നമസ്കാരം. സൂര്യ സിന്ധു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറേ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പാദസരമാണ്. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ഇത്തവണ പാദസരം കാണിക്കാനാണ്. എന്തായാലും എൻ്റെ നമ്പർ കൊടുത്തുകൊണ്ട് പേഴ്സണലി എന്നെ കുറേ പേര് വിളിച്ചായിരുന്നു. കുറേ സാധനങ്ങളെ കുറിച്ച് കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ ഞാൻ പുറകെ പറഞ്ഞു. ആദ്യം ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് പാദസരമാണ്. പാദസരം എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ പാദസരമാണ് ആദ്യം കാണിക്കുന്നത്. ഇതുപോലെ കൊച്ചുകുട്ടികൾക്കുള്ള ഏതളവിലുള്ള പാദസരവും അളവ് തന്നാൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ വരുന്നത് ഏറ്റവും ട്രെൻഡി ആയിട്ട് പോകുന്ന പരസ്പരം ചെയിൻ്റെ, അതായത് റോഡിയോം ഇതും കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്ന ഡിസൈൻസ്, ഇത് പ്ലെയിൻ ആയിട്ട് വരുന്ന ഡിസൈൻസ്, ഇങ്ങനെയുള്ള ഡിസൈൻ. പിന്നെ ഏറ്റവും നേരിയ ടൈപ്പ് ഡിസൈനുകൾ, ഇങ്ങനെയുള്ള സിമ്പിളായിട്ട് ഒരു ഒക്കേഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ്. പിന്നെ നമുക്ക് കാണിക്കേണ്ടത് ഇതുപോലുള്ള കുറച്ച് വീതി, അതായത് 1 പവൻ 1.25 പവൻ തൂക്കത്തിലൊക്കെ കിട്ടാവുന്ന പാദസരങ്ങളുണ്ട്. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ നേരിയ കണ്ണിച്ചെയിനൊക്കെ വരുന്നത്, അതൊക്കെ കാലയിലിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ പഴയകാലം തുടങ്ങിയുള്ള ഉർവശി ചെയിൻ, അതേപോലെ നമ്മുടെ പൂക്കിലെ കണ്ണിയുടെ ചെയിൻ, റിംഗൂൺ ചെയിൻ, അങ്ങനെയുള്ള കുറേ ഡിസൈൻസ് ഉണ്ട്. ഇതാണ് ഈ കുറച്ച് വീതി കുറഞ്ഞ ചെയിനുകളാണ് ഞാനിപ്പോൾ ആദ്യം കാണിച്ചത്. പിന്നെ വരുന്നത് ഇതാ വലിയ ചെയിൻ. നമുക്കറിയാലോ 2 പവൻ 3 പവൻ തൊട്ട് നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ഡിസൈൻസുമാണ് ഈ കിടക്കുന്നത്. പാദസരത്തിന് അങ്ങനെ പറയത്തക്ക വലിയ ഡിസൈൻസ് ഒന്നും വരത്തില്ല കേട്ടോ. കാരണം എല്ലാം പരന്ന ഡിസൈനാണ്. കാലയിൽ ചേർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് മിക്കതും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് പരന്ന ഡിസൈൻ ആയിരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള കുറച്ച് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പുകളിലുള്ളത്. പിന്നെ ഇതിനൊപ്പം നിങ്ങൾക്ക് ഡിസൈൻ വേറെ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഏത് പാറ്റേൺ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ബോൾ ചെയ്ത് വരുന്നുണ്ട്. ഇതിന് ഇടയ്ക്ക് പേളോ കരിമണിയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറ്റം വരുത്തി ചെയ്യിപ്പിക്കണമെന്നും അളവ് തന്ന് ചെയ്യിപ്പിക്കണമെന്നൊന്നും കുഴപ്പമില്ല. നമ്മുടെ എല്ലാ ഷോറൂമുകളിലും എല്ലാ സ്റ്റാഫിനോടും കോൺടാക്ട് ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും അത് കിട്ടും. ഏത് കടയുടെ നമ്പർ വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ആ ടൈം തന്നേക്കാം. അതൊന്നും കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഇതാണ് പാദസരത്തിൻ്റെ ഡിസൈനായിട്ട് നമുക്ക് ഷോപ്പുകളിൽ ഉണ്ടാവുന്നത്. പെട്ടെന്ന് പറയുമ്പോൾ ആകെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ അത്യാവശ്യം ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കുട്ടി കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇത് നമ്മളുടെ കുട്ടികൾക്കുള്ള അരഞ്ഞാണങ്ങളാണ്. കണ്ടോ, നമ്മുടെ ചെറിയ വാവകൾക്കുള്ള അരഞ്ഞാണം. അപ്പൊ ഇതൊക്കെ ഒത്തിരി പേർക്ക് ചില സമയങ്ങളിൽ ആവശ്യം വരുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് പല അളവിലുള്ള അരഞ്ഞാണങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിപ്പോൾ വലിയ ആളുകൾക്കുള്ള അരഞ്ഞാണവും നമുക്ക് ചെയ്യാറുണ്ട്. എല്ലാവരും അളവ്, ഈ അരഞ്ഞാണം ഒന്നും നമ്മുടെ കടകളിൽ അധികം സ്റ്റോക്ക് ഉണ്ടാവില്ല. കാരണം വേറൊന്നുമല്ല, കൃത്യം അളവ് കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം പലർക്കും പല അളവായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള അരഞ്ഞാണങ്ങളും നമ്മൾ ഇഷ്ടം പോലെ ഇപ്പൊ കല്യാണം ബ്രൈഡിനൊക്കെ ആണെങ്കിലും ഒക്കെ ഒത്തിരി പേര് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അളവുകളൊക്കെ നമുക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച സമയം തന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കൃത്യമാക്കി റെഡിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് പാദസരത്തിന്റെ ചെറിയ കാര്യങ്ങളായിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമുക്ക് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ സ്വർണം മേടിക്കാൻ വേണ്ടി ആരും കാത്തിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് ചിലപ്പോൾ 1 ലക്ഷം രൂപ, 50,000 തൊട്ട് 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് നമ്മുടെ കൈകളിലേക്ക് എത്താനായിട്ട് സമയമെടുക്കും. ഇനി അഥവാ എത്തിയാലും അത് പണയം വെച്ചൊക്കെ പോകും. അപ്പൊ അതിൽ നല്ലത് നമുക്ക് കുറെ നാളെങ്കിലും നമ്മുടെ ആഗ്രഹത്തിന് അണിയാനായിട്ട് അധികം പൈസ വരാത്ത രീതിയിൽ സ്വർണത്തിന്റെ അതേ ഭംഗിയിൽ നമുക്ക് കാലുകളിലും ഒക്കെ അണിയാനായിട്ടുള്ളത് പറക്കാട്ടിലുണ്ട്. എല്ലാവരും ചെറിയ ചെറിയ പൈസകളായിട്ട് പറക്കാട്ടിലേക്ക് എത്തുക. നമ്മുടെ സന്തോഷത്തിന് സാധനങ്ങൾ സെലക്ട് ചെയ്യുക. മാലയും വളയും പാദസരവും ഒക്കെ വാങ്ങുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സ്വർണം കാത്തിരിക്കാത്തതുകൊണ്ട് എനിക്ക് ആഭരണങ്ങൾക്ക് ഒരു ക്ഷാമവും ഇല്ല. കാരണം പറക്കാട്ടിന്റെ ആഭരണങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആഭരണങ്ങൾ ഇടാനായിട്ട് ഇപ്പോഴും അവസരങ്ങളുണ്ട്. ഞാൻ സ്വർണം വാങ്ങണം എന്നെനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം ഞാൻ ഇതിന്റെ ഉള്ളിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രയും സമ്പന്നയാണ് ആഭരണ കാര്യത്തില്. ഈ വീഡിയോയിൽ പറയാനുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇതായിരുന്നു. ഇനി കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഓരോ വീഡിയോകളിലും ഞാൻ വരും. ഇടയ്ക്കൊക്കെ നമുക്ക് ചെറിയ തെറ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എല്ലാവരും ക്ഷണിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ മുന്നോട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം. ശരിയും തെറ്റും എല്ലാം എന്നോട് പറയണം. കാരണം മുന്നോട്ട് പോകാനായിട്ട് എനിക്കതെല്ലാം എനിക്ക് പ്രചോദനമാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. നന്ദി.